ബാഗ് എടുത്തുകൊണ്ടൊന്ന് കാണിച്ചപ്പോൾ ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞു പോയതാണ്. പിന്നെ എന്തായാലും അല്ലാഹു അഅലം. ഞാൻ പറയുന്നത് സ്വാഭാവികമായും ഒരു അല്പം എന്താ പറയേണ്ടത്, ആവറേജ് ബുദ്ധിയുള്ള ഒരു സത്യവിശ്വാസി അയാൾക്ക് ഇപ്പോഴും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇനി അഥവാ ഉറുദു ഗ്രന്ഥത്തിൽ അങ്ങനത്തെ ഒരു പ്രയോഗം ഉണ്ടെങ്കിൽ പരിഭാഷപ്പെടുത്തുമ്പോ എന്തെങ്കിലുമൊക്കെ തിരിമറി നടത്തിയിട്ടില്ല, അങ്ങനെ ഉണ്ടല്ലോ. ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ, മുമ്പ് ഒരു ഖത്തീബ് പള്ളിയിൽ ജോലിയേറ്റപ്പോ ഇയാളിങ്ങനെ പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് മിഹ്റാബുള്ളത് ഒരു ഭാഗത്ത് കണ്ടു. പള്ളിപ്പറമ്പ് കബർസ്ഥാനക്ക് നോക്കുമ്പോ ചില കബർ ഇങ്ങനെ ഇയാളങ്ങ് നോക്കിട്ടോ, ഇപ്പൊ ബൈത്തുൽ മുഖദ്ദസ് കൂടി എത്താത്ത കോലത്തിലാണല്ലോ ചില മയ്യത്തൊക്കെ മറയത്. പ്രസിഡന്റ് വന്നിട്ട് ആണ് പറയേണ്ട ഉസ്താദേ, ഈ കബർ കുഴിക്കാൻ ആളെ കിട്ടാത്തതുകൊണ്ട് കിട്ടണോനെ കൊണ്ടൊക്കെ കുഴിക്കലാണ്, ഓനാട് കുഴിക്കും ചെയ്യും. ഇത് പക്ഷെ ഇങ്ങനെ കണ്ട മോശമല്ലേ, കാരണം കുറെ മയ്യത്ത് അങ്ങനെയും കിടക്കുന്ന കൊണ്ട് പെടങ്ങാറാണല്ലോ. ഇനിയിപ്പോ എന്താ മാർഗം എന്ന് ചോദിച്ചു. ഇനി പണിയുണ്ട്. ഇനി മുകളിലെ ഭാഗത്ത് മൂടുകല്ലിന്റെ മുകളിലുള്ള സാധനമുണ്ടാവും, ഇഷാകല്ലും കല്ലുക്കുമ്പോ അത് നമുക്കൊന്നൊരു ദിവസം കയറ് പിടിച്ചിട്ട് എല്ലാം കറക്റ്റാക്കുക. അപ്പൊ പറഞ്ഞു ഉള്ളിലത്തെ പോലെ കാണൂലല്ലോ, പുറത്ത് കാണുന്നവർക്ക് ഇടങ്ങേറുണ്ടാവുണ്ടാവും. അതൊരു കാര്യമാണ് പറഞ്ഞു, ഈ കാണുന്നവർക്ക് ഇടങ്ങേറുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നതുപോലെ ഉറുദുവിൽ അടിസ്ഥാന ഗ്രന്ഥത്തിലുണ്ടെങ്കിൽ തന്നെ മലയാളത്തിൽ ഇറക്കുമ്പോഴെങ്കിലും ഇപ്പോഴും വാങ്ങിക്കാൻ കിട്ടുന്നത് പുതിയ പതിപ്പാണ്. പുതിയ പതിപ്പിലും അങ്ങനെ തന്നെ. നിങ്ങൾ ഞാൻ തമാശ പറയുന്നല്ലോ, ഒരൊറ്റ മസാല പറഞ്ഞപ്പോൾ, അതും ഒരു നിസ്സാരമായ വിഷയത്തിൽ പറഞ്ഞപ്പോൾ അതിൽ പറയുന്നത് അതാണ് നല്ലത് എന്നാണ് തോന്നുന്നത്, അഥവാ അതിലാണ് ഉത്തമം, അല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് സ്വാഭാവികമായും പറഞ്ഞാൽ ഇനിയിപ്പോ ഇത് മനുഷ്യനുണ്ടാക്കിയതാണ്, പടച്ചോൻ കൊടുത്തതല്ലാന്ന് ഉറപ്പല്ലേ. അത് പറയേണ്ടി വന്നു എന്നല്ല തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. ആ പ്രബോധനമാണ് എന്റെ കയ്യിലുള്ളത്. വളരെ സിമ്പിൾ. ഒന്നൊരു ഒഴിഞ്ഞിരുന്നിട്ട് ഒരു കട്ടൻ ചായ മുമ്പിലും വെച്ചിട്ട് വേണമെങ്കിൽ ദിനേശ് പീടിക്കും തിരി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ആലോചിച്ചാൽ തിരിയും ഇതാരും ശരിയല്ല, അത് പോക്കാൻ നടക്കാതെ പിണറായിക്ക് വരെ മനസ്സിലായല്ലോ. നിങ്ങൾ അലപ്പോ അങ്ങനെയുള്ളപ്പോ ഒരു തന്നെ പറ്റിയ നന്നായി പഠിച്ചു നമുക്ക് പരിപാടിയാണ്. ഇനിയിപ്പോ ഈ കേസറ്റൊക്കെ മുമ്പിൽ വാങ്ങിക്കൂടായില്ല. അപ്പൊ ഏതോ ആവട്ടെ, ഇതാ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന എന്താ പറയുക, നിങ്ങള് ജമാഅത്തെ ഇസ്ലാമി എന്ന ആ ഒരു പ്രസ്ഥാനത്തിൽ രൂപം കൊടുത്ത മൗദൂദി ഔദ്യോഗികമായി പഠനം നടത്തിയിട്ട് ഖുർആൻ സുന്നത്ത് അടിസ്ഥാനത്തിൽ കൊടുത്ത ഒരു ഫത്വയുടെ രൂപം ഔദ്യോഗികമായി IPH മലയാളത്തിൽ ഇറക്കിയതിന്റെ പുതിയ കോപ്പി അപ്പൊ ഞാൻ വായിച്ചു. ഇനി ബാക്കി അപ്പൊ അതവർ തുറന്ന് പറയേണ്ടി വരും. ഒരു ചോദ്യം 1995 ഏപ്രിൽ 1 പ്രബോധനം. ആ പ്രബോധനത്തിൽ ഒരു ചോദ്യം, മുസ്ലിം ലീഗും ജമാഅത്തും, ഇതാണ് ഹഡിങ് ചോദ്യം. സൗഹാർദ്ദത്തിൽ കഴിയേണ്ട മുസ്ലിം ലീഗും ജമാഅത്തും ഇത്രമാത്രം അകലാൻ യഥാർത്ഥ കാരണം എന്താണ്? ഇപ്പോഴല്ലേ, അന്നാണ്. നാട്ടിൻപുറങ്ങളിൽ സുന്നികൾ (EKAP) ഗ്രൂപ്പുകൾ, അതിവരൊരു സ്ഥിരം പരിപാടിയാണ്. 2 തലയും കത്തിച്ച് നടുപിടിച്ചു മിന്നാണ് ഒരു പരിപാടി. ഇസ്ലാഹി പ്രസ്ഥാനം, മുസ്ലിം ലീഗ് എന്നിവർ ഒരുമിച്ചു ജമാഅത്തിനെ ശക്തമായി എതിർക്കുന്നു. എന്തുകൊണ്ടാണ്? മറുപടി, മുസ്ലിം യാഥാസ്ഥിതിക ഉൽപ്പതിഷ്ണു മതസംഘടനകളും സുന്നി മുജാഹിദ് രണ്ടും ശക്തമായ മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ലീഗ് നിലവിൽ നിൽക്കെയാണ് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ജമാഅത്ത് ഇസ്ലാമി സ്ഥാപിതമായത്. ഈ സംഘടനകളോ സുന്നിയോ മുജാഹിദോ ലീഗോ അവയിൽ ഏതെങ്കിലുമോ ഇസ്ലാമിന്റെ സംസ്ഥാപനം എന്ന ലക്ഷ്യത്തിനു വേണ്ടി വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി രൂപീകരിക്കാൻ ഒരിക്കലും ശ്രമിക്കുമായിരുന്നില്ലെന്ന് അതിന്റെ സ്ഥാപക നേതാവ് മൗലാന സയ്യിദ് അബുൽ അഅല മൗദൂദി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ സുന്നികളൊന്നും ഇസ്ലാമിക പ്രവർത്തനം അല്ല നടത്തുന്നത്, ഇസ്ലാമിന്റെ സുസ്ഥിരമായ സംസ്ഥാപനവും നടത്തുന്നില്ല, മുജാഹിദും നടത്തുന്നില്ല, ലീഗും നടത്തുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ രംഗത്ത് വന്നത്. ഇനി കേട്ടോളൂ രസം. പക്ഷേ തങ്ങളുടെ കൂടി യഥാർത്ഥ ചുമതലയായി ഇഖാമത്ത് ദീനിന് വേണ്ടി നിലകൊള്ളുന്ന ജമാഅത്ത് ഇസ്ലാമിയോടെന്ന് പറഞ്ഞിട്ട് പറയുന്നു, സ്വാഭാവികമായ എതിർപ്പുകളും ന്യായമായ ഭിന്നാഭിപ്രായങ്ങളും ആശയപരമായ വിയോജിപ്പുകളും, എങ്ങനെ ആശയപരമായ വിയോജിപ്പുകളും ഒക്കെ
തീർച്ചയായും ഉണ്ടാകും. പ്രവാചകന്മാർ കേട്ടോളൂ, എന്താണ് ജമാഅത്ത് ഇസ്ലാമിക്ക് കുഴപ്പം, എന്താണ് ജമാഅത്തായി പോയാൽ പ്രശ്നമെന്ന് ചോദിക്കുന്ന നല്ലവരായ അധികം ചിന്തിക്കാത്ത സാധാരണക്കാരെ പച്ച മലയാളത്തിൽ ആ പ്രബോധനം പറയുന്നത്, പ്രവാചകന്മാർ ദിവ്യബോധനത്തിലൂടെ സ്ഥാപിച്ച പ്രസ്ഥാനമൊന്നും അല്ലല്ലോ ജമാഅത്ത് ഇസ്ലാമി. അതെ, അല്ലല്ലോ ജമാഅത്ത് ഇസ്ലാമി. ഇതാ ഞങ്ങൾക്കും പറയാനുള്ളത്. പ്രവാചകന്മാർ ദിവ്യബോധനത്തിലൂടെ സ്ഥാപിച്ചതല്ല. അതേസമയത്ത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തോ അത് ദിവ്യബോധനത്തിലൂടെ സ്ഥാപിച്ചതാണ്. അല്ലാഹു തആല പൂർത്തിയായതായി പ്രഖ്യാപിക്കാൻ കൽപ്പിച്ചു. നിബിത്തങ്ങൾ പ്രഖ്യാപിച്ചു. സ്വഹാബത്തിനോട് അത് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു. റളിയല്ലാഹു അൻഹും അല്ലാഹു പൊരുത്തപ്പെട്ടു. ആ സ്വഹാബത്ത് അങ്ങനെ തന്നെ കേരളത്തിൽ വന്നു. കൊടുങ്ങല്ലൂർ പള്ളി നിർമ്മിച്ചു, ചാരിയത്ത് പള്ളി നിർമ്മിച്ചു, ധർമ്മടത്ത് പള്ളി നിർമ്മിച്ചു, ശ്രീകണ്ഠപുരത്ത് പള്ളി നിർമ്മിച്ചു, തളങ്കരയിൽ പള്ളി നിർമ്മിച്ചു, കാസർഗോഡ് പള്ളി നിർമ്മിച്ചു. ആ സ്വഭാവത്തിനെ കണ്ടുപഠിച്ച പിൻഗാമികൾ അത് അനുവർത്തിച്ചു, അത് അംഗീകരിച്ചു. തലമുറ തലമുറ തലമുറയുടെ കൈമാറിയിട്ട് ആ ആശയം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുള്ള പണ്ഡിത സഭയിലെത്തി അവർ തങ്ങളുടെ ശിഷ്യന്മാർക്കും അനുയായികൾക്കും വിതരണം നടത്തി. ലോകത്തിന്റെ പല ഭാഗത്തേക്കും സ്വഹാബത്ത് പോയി. ആ സ്വഹാബത്ത് മുഴുവനും അവർക്ക് ലഭിച്ച പരിശുദ്ധ ഇസ്ലാം അടുത്ത തലമുറകൾക്ക് കൈമാറി. ആ തലമുറയിലൂടെ കൈമാറി വന്ന പരിശുദ്ധ ക്രിസ്തു. മറ്റൊരു മൗദൂദി എന്ന വ്യക്തിയുടെ ബ്രെയിനിൽ ഉദയം ചെയ്ത ഇസ്ലാം ഏതാണ് ശരിയെന്ന് നിഷ്പക്ഷമായിട്ട് നിങ്ങൾ സ്വീകരിച്ചോളൂ. അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഇപ്പോ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മത, അങ്ങനെ പറഞ്ഞുകൂടാ. ഒരു രാഷ്ട്രീയ പാർട്ടിയാ, അങ്ങനെയും പറഞ്ഞുകൂടാ. സാംസ്കാരിക സംഘടനയാ, അങ്ങനെയും പറഞ്ഞുകൂടാ. ഈ ഖുത്ബയെ പറ്റി കൊടുത്ത അതേ മറുപടി ജമാഅത്ത് ഇസ്ലാമിന് എന്താണ് ഇപ്പം അത് പത്തപ്പിച്ച് അത് നിങ്ങൾ ഈ കളിയാക്കാൻ വേണ്ടി പറയാം. അത് നിങ്ങൾ ആ ശൈലിയിൽ ഇങ്ങനെ ഒന്നത് ചിരിപ്പിക്കാൻ വേണ്ടി അല്ലേ? അല്ല. പ്രബോധനത്തിന്റെ 50-ാം വാർഷിക പതിപ്പാണ് എന്റെ കയ്യിൽ. ഇതിൽ തുറന്ന് അതേ ഇവർ ഈ സാധുക്കൾ ചില ആളുകൾ അങ്ങനെ ഉണ്ട്. ഈ സാധു ദുഷ്ടന്റെ ഫലം ചെയ്യുന്നു പറഞ്ഞതുപോലെ സാധുത്തരം ചെറുപ്പാക്കുവരത്തിലുണ്ട്. തുറന്നങ്ങ് പറഞ്ഞു കേട്ടോ. ഇസ്ലാമിക പ്രബോധനം ജമാഅത്ത് ഇസ്ലാമി പരമ്പരാഗത ശൈലിയിലുള്ള ഒരു മതസംഘടനയല്ല. അത് ഉറച്ചു. അധികാരം ലക്ഷ്യമാക്കിയ രാഷ്ട്രീയ പാർട്ടിയും അല്ല. അത് കുറച്ചിട്ടില്ല, എന്നാലും സംഗതി വൈദ്യുതങ്ങനെ പറയാം. ധാർമ്മിക മൂല്യങ്ങളുടെ പ്രചാരണത്തിന് മാത്രം നിലകൊള്ളുന്ന സാംസ്കാരിക സംഘടനയും അല്ല. ഒന്നുമല്ല. സാംസ്കാരിക സംഘടനയല്ല, മതസംഘടനയല്ല, രാഷ്ട്രീയ പാർട്ടി. പിന്നെ എന്താ പുതു സാധനം കേട്ടോ? മറിച്ച് നാനാജാതി മതസ്ഥരെ, ശ്രദ്ധിക്കണേ പറയുന്നത്, നാനാജാതി മതസ്ഥരെ ദൈവിക സന്മാർഗത്തിൽ അണിനിരത്തി മൗനജാത സിന്ദാബാദ്. ഇതാ സംഭവം. നാനാജാതി മതസ്ഥരെ ദൈവിക മാർഗത്തിൽ അണിനിരത്തി വ്യക്തി സംസ്കരണത്തിലൂടെ ധാർമ്മികാടിത്തറയിൽ സമൂഹത്തിന്റെ പുനഃസംവിധാനവും രാഷ്ട്രത്തിന്റെ നിർമ്മാണവും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ആദർശ വിപ്ലവ പ്രസ്ഥാനമാണ്. മനസ്സിലായില്ലപ്പോ? സുബ്ഹാനല്ലാഹ്. എന്തൊക്കെയാണ് ഇതാ ഈ സത്യത്തില് ഈ ലേഖന എഴുതി ആരോടൊന്നും കൂടി കാണാതെ പറഞ്ഞറിഞ്ഞാൽ അവനെ കിട്ടിക്കൊള്ളതില്ല. അത് അപ്പെന്തൊക്കെയോ പദങ്ങൾ കിട്ടി. ഹിംസന പരിസര സംസനങ്ങൾ കൊണ്ട് വിശാലമായ പ്രവിശാലമായ സുപ്രവിശാലമായ എന്നൊക്കെ പറഞ്ഞ പോലെ അത് അപ്പോഴും കിട്ടി. ഏതാണ് പദങ്ങളെ കൊണ്ടൊരു കസരത്ത് എന്ന് കഴിച്ചാൽ ബാക്കി എന്താപ്പോ ഉണ്ടാകുള്ള ആലോചിച്ചോക്കാൻ മൊത്തദൂരം തമാശ വരെത്തി ഉറങ്ങണ്ടാന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ആ ശൈലി പറഞ്ഞത്. പക്ഷെ ഇതൊരു ആഹത്തിന്റെ വിഷയമാണല്ലോ. നിഷ്പക്ഷമായി കേൾക്കുന്ന ആൾക്കൊന്ന് ആലോചിച്ചു എന്താ ഈ പറഞ്ഞ ഈ ഒന്നുകിൽ വേണമെന്ന് പറയാ, എന്നാ പിന്നെ ഒന്നും വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ വേണ്ടെന്ന് പറയാം, നിർത്തിയേക്കാം. ഇത് രണ്ടും അല്ല. ചട്ടിക്ലൈത്യത്തെ കഴിയുകയും ചെയ്തതിന് ശേഷം കൂടി വേണ്ടണം എന്ന് പറഞ്ഞ എന്താ ചെയ്യാ? ഈ വിധാനം വഴി എടുക്കാൻ
അതാണ് ഈ വിഷയം. ഇതൊന്നുമല്ല, ഇത് 10 ഉറുപ്യ കൊടുത്ത് വാങ്ങാൻ കിട്ടുന്നതാണ് ഇപ്പറഞ്ഞ പ്രബോധനത്തിന്റെ 50-ാം വാർഷിക പതിപ്പ്. നമ്മുടെ സമസ്തന്റെ സൗദിയുടെ ഇരട്ടി കട്ടി. ഞാൻ വാങ്ങിയ 10 ഉറുപ്യക്കാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു APHന്റെ അവരെ പുസ്തകങ്ങളാണ് വന്ന് വാങ്ങിയതാണ്. ഏതായിരുന്നാലും ആ ഗ്രന്ഥത്തിൽ തുറന്നു പറയുന്നു ഇതൊന്നും അല്ലാണ് അവർ പറയുന്നത് സത്യമാണ്, വെറുതെ പറഞ്ഞതല്ല. നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. എന്താ ബോധ്യപ്പെടുന്നത്? ഇന്ന് പറഞ്ഞ ആശയങ്ങൾ നാളെ പറയുമ്പോഴേക്കും മാറുകയാണ്. ഫോർ എക്സാമ്പിൾ, 1, ഇത് റസായിലോ മസായി, മലയാളത്തിൽ പറഞ്ഞാൽ ചോദ്യോത്തരങ്ങൾ എന്ന് പറയും. അതായത് ചോദ്യങ്ങളും അവക്കുള്ള മറുപടിയാണ് റസായിലോ മസായി. ഇതില് വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ചോദ്യവും അതിനുള്ള മറുപടിയും പറയുക. ഇപ്പം വലിയൊരു വിഷയമാണ് വോട്ടെണ്ണം. വിലപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം. മുമ്പൊക്കെ വിലപ്പെട്ടതെന്ന് പറയലേ ഉള്ളൂ, വില നമുക്ക് എത്തുന്ന അറിയലില്ലേ. ഇപ്പൊ അതിന്റെ വിലയ്ക്ക് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പൊ അടുത്ത് വരാനും പോവുകയാണ്. അതുകൊണ്ട് ഇതിൽ പറയാം, और इस नजरिया से हटकर और जिक्र जमहूरी नजरिए कबूल करना कोई हकीकत तौहीद से मुनहरिफ हो जाना है। इसलिए हम कहते हैं कि जो असम्बलियां या पार्लियामेंट मौजूदा जमाने की जमहूरी उसूलों पर बनी है उनकी रुकनीयत हराम है और उनके लिए वोट देना भी हराम है. ഇപ്പോ ഇവിടെ ഭൂരിപക്ഷം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. ജനാധിപത്യ വ്യവസ്ഥയാണ്. ഭൂരിപക്ഷം അടിസ്ഥാനപ്പെടുത്തിയാണ് തെരഞ്ഞെടുപ്പൊക്കെ നടത്തുന്നത്. ഇത് ഇസ്ലാമിക തത്വങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് അത് അസംബ്ലി ആകട്ടെ പാർലമെന്റ് ആകട്ടെ ഉൻകെ റുക്നിയത്ത് ഹറാം ഹേ ഓർ ഉൻകെ ലിയെ വോട്ട് ദേനാ ഭി ഹറാം ഹേ. അതിൽ മെമ്പറാകൽ ഹറാമാണെന്ന് മാത്രമല്ല, ഒരു വോട്ട് ചെയ്യൽ പോലും ഹറാമാകുന്നു എന്ന് തുറന്ന ഭാഷയിൽ പറയാം. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി വിട്ടില്ലേ, അത് ഇൻഷാ അല്ലാഹ് ആ ചർച്ച ലോപിച്ച് എങ്ങനെ എത്തി എന്നുള്ളത് അവസാന ഭാഗത്ത് ഞാൻ പറയുന്നത് കൊണ്ട് അതിന്റെ വിശദീകരണം പുറകിൽ തരാം. ഏതായിരുന്നാലും മാറ്റം വന്നു എന്നുള്ളത് ഉറപ്പാണ്. ഇനി അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഒട്ടനവധി കർമ്മങ്ങൾ മാറ്റും. ഉദാഹരണത്തിന് ഇസ്ലാമിന്റെ ഒരു കർമ്മമാണ് നിസ്കാരം. അതെങ്ങനെ നടത്തണം, ആര് ഇമാമത്ത് നിൽക്കണമെന്ന് ഇസ്ലാമിന്റെ നിയമമാണ്. നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എല്ലാം അങ്ങനെയാണ്. ആ കൂട്ടത്തിൽ സക്കാത്തിനെ കുറിച്ചൊരു സംശയം ജമാഅത്ത് ഇസ്ലാമിക്കാരോട് 971 ചോദിച്ചു. എന്താ സംശയം? ഈ ഇസ്ലാമിക വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥരെയും കൂടെ ഉൾക്കൊള്ളുന്ന വ്യവസ്ഥിതിയാണല്ലോ എന്നാ നിങ്ങൾ പറയാറുള്ളത്. പക്ഷേ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കുക, അത് സങ്കുചിതത്വമല്ലേ? മുസ്ലിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതല്ലേ? സത്യത്തിൽ സക്കാത്ത് ഒരു ആരാധനയുടെ പ്രധാന ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നതുമാണ്. അതേസമയത്ത് സഹായധനം, റിലീഫ് നമ്മൾ അങ്ങോട്ട് കൊടുക്കാറുണ്ട്. മതസൗഹാർദ്ദം എന്ന രീതിയിൽ സഹായിക്കാറുണ്ട്. നേരെ മറിച്ച് ഉദ്ഹിയത്ത്, അതുമല്ല ഇതേപോലെ തന്നെ സക്കാത്ത്, ഇങ്ങനെ തുടങ്ങിയിട്ട് ചില കാര്യങ്ങളിലൊക്കെ മതത്ര നിയമം. ശബരിമലയിൽ പോകുന്നത് വരെ അമുസ്ലിം സഹോദരങ്ങൾ